എനിക്ക് ഞാൻ എടുത്ത ഡിസിഷൻസ് പലയിടത്തും ഫ്ലോപ്പായി പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ആരുടെ അഭിപ്രായം കേൾക്കാതെ ഞാൻ സ്വന്തമായിട്ട് ശരിയെന്ന് പറഞ്ഞ് ചെയ്ത കാര്യങ്ങൾ പലതും തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പൊ അത് ഞങ്ങളടുത്തും ചോദിക്കും. അപ്പൊ ആ ഒരു സംഭവം അതേ ഉദ്ദേശിച്ചുള്ളൂ. ഞങ്ങളടുത്ത് ചോദിക്കാറുണ്ട്. ജോജോയുടെ ലൈഫിൽ അങ്ങനെ തെറ്റിപ്പോയൊരു ഡിസിഷൻ എന്തായിരിക്കും? വേണ്ടായിരുന്നു എന്ന് തോന്നിയൊരു ഡിസിഷൻ? അങ്ങനെ വലിയ ലൈഫിൽ അത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം എക്സാമ്പിൾ പഠിത്തം എന്ന് വെച്ചാൽ ഞാൻ എന്തുവാ ഇപ്പം എനിക്ക് പഠിക്കാൻ എന്തൊക്കെ പഠിക്കാൻ വേണ്ടി കയറി എൻ്റെ വേ എന്തോന്ന് എനിക്ക് മനസ്സിലാക്കാതെ പഠിക്കാൻ വേണ്ടി കയറി. എല്ലാവരും ഡിഗ്രി കയറുന്നപ്പോൾ ഞാനും കയറിയേക്കാം. ആ ഒരു മൂഡിൽ കയറുന്നുണ്ടല്ലോ, അപ്പം എനിക്ക് കയറണം. ആ ഒരു മൂഡിൽ ഞാൻ കയറി. അത് ഞാൻ ഡ്രോപ്പ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് സൈക്കോളജി പഠിക്കാൻ ജോയിൻ ചെയ്ത് അവിടെ ഞാൻ ഒറ്റ മൈൻഡിങ്ങനെ എടുക്കുക. കയറിയേക്കാം കയറുന്നു ഇറങ്ങുന്നു. അപ്പം ആ ഒരു രീതിയല്ല ചെയ്യേണ്ടത്. അപ്പം എനിക്ക് വേണ്ടത് എന്തോന്ന് ആദ്യം ഞാൻ മനസ്സിലാക്കണം. അപ്പം ചിലപ്പോൾ എൻ്റെ ശരി മാത്രം ആയിരിക്കത്തില്ല, ചുറ്റുമുള്ളവരുടെ അഭിപ്രായം കൂടെ കേട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ള ഫീൽഡിൽ തന്നെ പോകാൻ എനിക്കൊരു ബാക്ക് സപ്പോർട്ട് കിട്ടി അങ്ങ് പോയാൽ. അതുപോലെ അതുകൊണ്ട് എല്ലായിടത്തും അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. ജോജോയ്ക്ക് നിബ്രാസിൽ തോന്നിയ 2 നെഗറ്റീവ്? ഉറക്കം. എന്നെപ്പോലെ തന്നെ ഞങ്ങൾക്ക് കോമൺ നെഗറ്റീവ്സാണ്. മടി, അതുപോലെ ഉറക്കം, ഈ കാര്യങ്ങൾ. ഞങ്ങൾ നൈറ്റ് ഇപ്പം ഇല്ല കേട്ടോ, ഇപ്പം ഒരു നേരത്തെ എണീറ്റ് പോകും. മുമ്പൊക്കെ ആണെങ്കിൽ തന്നെ ഞങ്ങളുടെ കൂടുതൽ സമയം ഞങ്ങൾ ഉറങ്ങി തീർത്തു പോകും. ഞങ്ങൾക്ക് വീഡിയോസ് എടുക്കാനുള്ള സമയം ഞങ്ങൾ എടുക്കും. അത് കഴിഞ്ഞിട്ടുള്ള സമയം കൂടുതലും ഉറക്കമാണ്. ഞങ്ങൾ റൂമിൽ കിടന്നുറങ്ങുക, എണീക്കുക, പുറത്ത് ചായ പിടിക്കുക, ഫുഡ് കഴിക്കുക, അവരെ കിടന്നുറങ്ങുക. ഈ ഉറക്കം എൻ്റെ നെഗറ്റീവാണ്. പിന്നെ രണ്ടാമത് നെഗറ്റീവ് പറയാൻ വേണ്ടി വലിയ നെഗറ്റീവ് ഒന്നും ഇല്ല.